നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഒല്ലൂർ ചീരാച്ചിയിൽ KSRTC ബസ് ഇടിച്ച് വയോധികരായ 2 സ്ത്രീകൾ മരിച്ചു. പൂരാഘോഷത്തിനൊരുങ്ങി വരാക്കര ഭഗവതി ക്ഷേത്രം. തിങ്കളാഴ്ചയാണ് പൂരം. ഞായറാഴ്ച നടന്ന ആനച്ചമയ പ്രദർശനത്തിന് നിരവധി പേരെത്തി. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ 3ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ചേർപ്പുംകുന്ന് സാംസ്കാരിക നിലയം കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. തൃശൂർ ജില്ലാ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ മറ്റത്തൂർ പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. ജില്ലാ സെക്രട്ടറി T. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ 50ാമത് അമ്പുതിരുനാൾ ആഘോഷിച്ചു. CPI ചെങ്ങാലൂർ SN പുരം ബ്രാഞ്ച് സമ്മേളനം നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പീച്ചി ഡാം റിസർവോയറിൽ 4 വിദ്യാർത്ഥിനികൾ അപകടത്തിൽപ്പെട്ടു. നാട്ടുകാരുടെ സമയോചിത ഇടപെടലിൽ വിദ്യാർത്ഥിനികളെ വേഗം ആശുപത്രിയിലെത്തിക്കാൻ സാധിച്ചു. വാർത്തകൾ വിശദമായി. പീച്ചി ഡാം റിസർവോയറിൽ 4 വിദ്യാർത്ഥിനികൾ അപകടത്തിൽപ്പെട്ടു. നാട്ടുകാരുടെ സമയോചിത ഇടപെടലിൽ വിദ്യാർത്ഥിനികളെ വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു. പീച്ചി ഡാം റിസർവോയറിലെ വെള്ളത്തിലേക്ക് വീണ 4 പെൺകുട്ടികൾ അപകടത്തിൽപ്പെട്ടു. 4 പേരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. 3 പേരുടെ നില ഗുരുതരമെന്നാണ് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. സുഹൃത്തിന്റെ വീട്ടിൽ തിരുനാൾ ആഘോഷത്തിന് വന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. 16 വയസ്സുള്ള പട്ടിക്കാട് സ്വദേശികളായ ആൻ ഗ്രേസ്, അലീന, എറിൻ, 11 വയസ്സുള്ള പീച്ചി സ്വദേശി നിമ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. റിസർവോയർ കാണാനെത്തിയപ്പോൾ പാറയിൽ കാൽ വഴുതി വീണെന്നാണ് നിഗമനം. പെൺകുട്ടികളുടെ കരച്ചിൽ കേട്ടെത്തിയവരാണ് രക്ഷിച്ചത്. 3 കുട്ടികൾ അബോധാവസ്ഥയിലായിരുന്നെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. കുട്ടികളെ രക്ഷിക്കാൻ എല്ലാ ശ്രമവും നടത്തുമെന്നും മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി K. രാജൻ അറിയിച്ചു. നേരത്തെയുള്ള സിറ്റുവേഷൻ ഏതാണ്ട് അതുപോലെ തുടരുകയാണ്. ഇപ്പോഴെന്തായാലും 3 കുട്ടികളെ സ്പെഷ്യൽ ക്രിട്ടിക്കൽ കെയർ ICUയിലേക്ക് ഇവിടെ തന്നെയുള്ള സംവിധാനത്തിലേക്ക് മാറ്റാൻ ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലയിലെ ക്രിട്ടിക്കൽ കെയർ ICUകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ യൂണിറ്റാണ് ഇവിടെ ജൂബിലിയിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നത്. സ്പെഷ്യൽ ക്രിട്ടിക്കൽ കെയർ ICUയിലേക്ക് അവരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റുകൾ ആ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരുള്ളൊരു സ്ഥലമാണ് ഇവിടെ. അവരുടെ പ്രത്യേക മേൽനോട്ടത്തിലായിരിക്കും ആ നടപടിക്രമങ്ങൾ ഉണ്ടാവുക. ക്രിട്ടിക്കൽ കെയർ ICUയിലേക്ക് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. നല്ല ചികിത്സ തന്നെ ഇവിടെ ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയായിട്ട് ഇപ്പോൾ കൂടിയാലോചിച്ചതിന് ശേഷം ഞങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പാളുമായി ഞാനും കളക്ടറും ഇക്കാര്യത്തിൽ കൂടിയാലോചന നടത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു ചുമതല എന്ന നിലയിൽ ഇവാലുവേഷന് വേണ്ടി ഒരു ക്രിട്ടിക്കൽ കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മെഡിക്കൽ ടീമിനെ ഏതാനും സമയത്തിനകം പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങോട്ട് അയക്കാനുള്ള സംവിധാനത്തിലേക്ക് കൂടി കടക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ചികിത്സാ കാര്യത്തിൽ നല്ല മെഡിക്കൽ ബോർഡ് തന്നെ രൂപീകരിച്ചുകൊണ്ട് അവർ അതാത് സമയത്ത് നമ്മൾ അറിയിക്കുകയും ആ കാര്യത്തിൽ ഒരു കൃത്യത പുലർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും കാര്യങ്ങളിലൊരു പൊതു ഇവാലുവേഷൻ നടത്തുന്നതിന് വേണ്ടി ഒരു മെഡിക്കൽ ടീമിനെ തന്നെ മെഡിക്കൽ കോളേജിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏതാനും സമയങ്ങൾക്കകം ഇങ്ങോട്ട് അയക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ലത് പ്രതീക്ഷിക്കുക. ഓരോ മിനിറ്റിലും താഴത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഒരാശ്വാസം. വരുന്ന ഘട്ടത്തിൽ തീരെ പൾസ് ഉണ്ടായിരുന്നില്ല 3 പേർക്കും. എന്നാൽ ഇപ്പോൾ ഒരു 60-70 ആയിട്ട് പിന്നെ പ്രഷർ ഉയർന്നു വരുന്നുണ്ട്. പ്രഷർ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ പ്രത്യേകമായി കൊടുക്കുന്നുണ്ട്, വെന്റിലേഷൻ കൊടുക്കുന്നുണ്ട്, ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷയോടെ നിൽക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊരു പൂർണ്ണമായും ഏതെങ്കിലും വിധത്തിൽ ഉറപ്പ് നൽകാൻ പറ്റാത്ത വിധത്തിലുള്ള ഗുരുതരാവസ്ഥ ഉണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. അത് സ്വകാര്യമായിട്ട് വെക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അറിയിച്ചതാണ്. എന്തായാലും ചെയ്യാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്
4 പേരും വെന്റിലേറ്ററിൽ നിന്നും കുട്ടികളുടെ ആരോഗ്യനില നേരിയ രീതിയിൽ മെച്ചപ്പെട്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു. പീച്ചി ഡാം റിസർവോയർ കാണാൻ വന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേർ പാറയിൽ കാൽ വഴുതി വീഴുകയായിരുന്നു. രക്ഷിക്കാനിറങ്ങിയ മറ്റു 2 പേരും വെള്ളത്തിലേക്ക് വീണു. അപകട മേഖലയിലാണ് പെൺകുട്ടികൾ വീണതെന്ന് പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനായെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു. ഉല്ലൂർ ചീരാച്ചിയിൽ KSRTC ബസ് ഇടിച്ച് വയോധികരായ 2 സ്ത്രീകൾ മരിച്ചു. ചിയാരം വാഗേൽ റോഡ് സ്വദേശികളായ പൊറാട്ടുകര റാഫേലിന്റെ ഭാര്യ 73 വയസ്സുള്ള മേരി, റാഫേലിന്റെ സഹോദരി 72 വയസ്സുള്ള എൽസി എന്നിവരാണ് മരിച്ചത്. എൽസി അവിവാഹിതയാണ്. ഞായറാഴ്ച രാവിലെ 6:30യോടെയായിരുന്നു അപകടം. ചിയാരം ഗലീലി പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോകുന്നതിനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ആയിരുന്നു അപകടം. തൃശൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോയിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും തൽക്ഷണം മരിച്ചു. ഉല്ലൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പ്രിന്റോ, പ്രീതി, പ്രീജ എന്നിവർ മേരിയുടെ മക്കളാണ്. ഷിലു, ജോർജ്, സ്റ്റീഫൻ എന്നിവർ മരുമക്കളുമാണ്. പൂരാഘോഷത്തിനൊരുങ്ങി വരാക്കര ഭഗവതി ക്ഷേത്രം. തിങ്കളാഴ്ചയാണ് പൂരം. ഞായറാഴ്ച നടന്ന ആനച്ചമയ പ്രദർശനത്തിന് നിരവധി പേരെത്തി. വൈകിട്ട് 4 മുതൽ 10 വരെയായിരുന്നു ആനച്ചമയ പ്രദർശനം. പള്ളിവേട്ടയും ഉണ്ടായി. തിങ്കളാഴ്ച പുലർച്ചെ 4:30 മുതൽ പള്ളി ഉണർത്തൽ, ഗണപതി ഹോമം, കലശാഭിഷേകം, തുടർന്ന് തിടമ്പ് പൂജ എന്നിവയുണ്ടാകും. രാവിലെ 8 മുതൽ 11 വരെ 20 പൂര സെറ്റുകളുടെ പങ്കാളിത്തത്തോടെ 20 ഗജവീരന്മാരെ അണിനിരത്തി എഴുന്നള്ളിപ്പ് നടക്കും. പഞ്ചാരി മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ നേതൃത്വം വഹിക്കും. ഉച്ചയ്ക്ക് 12 മുതൽ 2 വരെ കാവടിയാട്ടം നടക്കും. 11 മുതൽ 2:30 വരെ KG ഹാളിൽ അന്നദാനം ഉണ്ടായിരിക്കും. ഉച്ചതിരിഞ്ഞ് 3 മുതൽ 6 വരെ കാഴ്ചശീവേലിയുടെ ഭാഗമായുള്ള പാണ്ടിമേളത്തിന് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാർ നേതൃത്വം നൽകും. വൈകിട്ട് 6 മുതൽ വരാക്കര ദേശത്ത് നന്ദിക്കര സാംബവരുടെ നേതൃത്വത്തിൽ പന്തൽവരവ്. വൈകിട്ട് 6:30 ദീപാരാധന, സഹസ്രനാമാർച്ചന, തുടർന്ന് തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, രാത്രി 8 നാടകം. 12 സാംബവ നൃത്തത്തോടുകൂടി വേലവരവ്. ചൊവ്വാഴ്ച പുലർച്ചെ 1:10 മുതൽ 3:05 വരെ കരയോഗങ്ങളുടെ പൂരം വരവ്. തുടർന്ന് ആറാട്ട്, ശേഷം സംഭവ നൃത്തം, ക്ഷേത്രനടയിൽ വിത്തിടൽ എന്നീ ചടങ്ങുകളും ഉണ്ടായിരിക്കും. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ 3ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ചേർപ്പുംകുന്ന് സാംസ്കാരിക നിലയം കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെച്ചിറ്റിലപ്പള്ളി കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. ക്ഷേമകാര്യ സമിതി അധ്യക്ഷ സരിത സുരേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ നിഖിത അനൂപ്, സേവ്യർ ആളൂക്കാരൻ, ക്ഷീരസംഘം പ്രസിഡന്റ് KM ദിവാകരൻ, പുല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം PP പരമു, കോർഡിനേറ്റർ ബിനി എന്നിവർ സന്നിഹിതരായി. ഇപ്പോൾ നിർമ്മാണത്തിലാണ്. പൈപ്പ്ലൈൻ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതും നാടിന് സമർപ്പിക്കാൻ കഴിയും എന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ ഘട്ടഘട്ടമായി ഈ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം പൂർണ്ണമായി പരിഹരിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പരിഹരിക്കുന്നതിന് വേണ്ട ആത്മാർത്ഥമായ ഇടപെടലിന്റെ ഭാഗമായ വെള്ളിക്കുളങ്ങര കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോ സഹതായുടെ 50ാമത് അമ്പുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനത്തിൽ രാവിലെ നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഭരത ഇടവക നവവൈദികൻ ഫാദർ തേജസ് കുന്നപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവമാത പ്രൊവിൻസ് നവവൈദികൻ ഫാദർ ആൽവിൻ അറക്കൽ സഹകാർമ്മികനായി. കാഞ്ഞിരപ്പള്ളി രൂപത നവവൈദികൻ ഫാദർ മെൽവിൻ കളപ്പുരയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് തിരുനാൾ പ്രദക്ഷിണം നടന്നു. രാത്രി പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, തിരുശേഷിപ്പ് വന്ദനം, കൊമ്പുമേള വായന, ബാൻഡ് വാദ്യം, ലൈറ്റ് ആൻഡ് സൗണ്ട്, മാനത്തെ വർണ്ണവിസ്മയം എന്നിവയും നടന്നു. CPI ചെങ്ങാലൂർ SN പുരം ബ്രാഞ്ച് സമ്മേളനം നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. MV യതീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നെല്ലായി ചെങ്ങാലൂർ ഇറിഗേഷൻ കടവ് പാലത്തിന്റെ നിർമ്മാണം, മനക്കൽ കടവ് ഭാഗത്തെ ജലവിതരണം എന്നിവ ആരംഭിക്കാനായി നടപടിയെടുക്കണമെന്ന് സമ്മേളനത്തിൽ പ്രമേയം വഴി ആവശ്യപ്പെട്ടു. സുനന്ദ ശശി, ശ്യാൽ പുതുക്കാട്, VR രബീഷ്,
റോഷൻ മുരിങ്ങാത്തേരി, KK സുരേഷ്, PT മോഹനൻ, PK മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ ജില്ലാ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ മറ്റത്തൂർ പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. ജില്ലാ സെക്രട്ടറി T സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. TA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CITU കൊടകര ഏരിയ ആക്ടിംഗ് സെക്രട്ടറി PC ഉമേഷ്, യൂണിയൻ ഏരിയ സെക്രട്ടറി PK ശങ്കരനാരായണൻ, PJ ജോസഫ്, PV സജീവൻ എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റായി TA ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റായി PV സജീവൻ, സെക്രട്ടറിയായി PJ ജോസഫ്, ജോയിന്റ് സെക്രട്ടറിയായി PK രാജൻ എന്നിവരെ തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് ഏത് അർത്ഥത്തിൽ ചെയ്ത് കുട്ടിയോട് ചോദിച്ചാലും അപ്പ പറയുന്നത് ആരാണ് എന്നുള്ളത് അത് അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി ഇരിക്കുകയാണ്. പക്ഷെ നമ്മുടെയൊക്കെ പല വീടുകളിലും അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വയ്ക്കാൻ പോലും നമുക്ക് നാണക്കേടാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഗായകൻ P ജയചന്ദ്രനെ അനുസ്മരിച്ച് ഏകാന്ത പഥികന്റെ ഉപാസന എന്ന പേരിൽ കൊടകരയിൽ അനുസ്മരണ സംഗമം നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ തിരിതെളിയിക്കൽ നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, സ്നേഹ മ്യൂസിയം ക്യൂറേറ്റർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, VP ലിസൺ, ഗായകൻ ശശി മേനോൻ, TV ശിവരാമൻ, അരുൺ എന്നിവർ പ്രസംഗിച്ചു. P ജയചന്ദ്രൻ മലയാള ലളിതഗാന ശാഖയ്ക്ക് നൽകിയ സംഭാവനയെ ചടങ്ങിൽ അനുസ്മരിച്ചു. തുടർന്ന് വിവിധ ഗായകർ അദ്ദേഹം പാടിയ ഗാനങ്ങൾ അവതരിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് CM ജോർജ് അനുസ്മരണ ദിനം ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് NR ജോഷി, ജനറൽ സെക്രട്ടറി ജേക്കബ് ആന്റണി, ട്രഷറർ KT സണ്ണി, വൈസ് പ്രസിഡന്റ് ബിജു എന്നിവർ പ്രസംഗിച്ചു. ജോർജേട്ടന്റെ അനുസ്മരണ ദിനം ആചരിക്കുകയാണ്. മുൻ കാലഘട്ടങ്ങളിൽ സ്ഥാപക പ്രസിഡന്റായിരുന്നു ജോർജേട്ടൻ. പ്രമുഖ ഐസ്ക്രീം നിർമ്മാതാക്കളായ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീമിന്റെ പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റ് പൊന്നൂക്കര ആലേങ്ങാട് റോഡിൽ തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിക്കും. രാവിലെ 11:30 റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. KK രാമചന്ദ്രൻ MLA, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഫ്രഷ് ഡയറി പ്രൊഡക്റ്റുകൾക്കായുള്ള പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ 2ാം ഘട്ടമാണ് ഇതോടെ പ്രവർത്തനം ആരംഭിക്കുക. 3 മുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസ് അമ്പുതിരുനാളിന്റെ സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. ഇടവക വികാരി ഫാദർ ജോർജ് വേടപ്പറമ്പിൽ പ്രകാശനം നിർവഹിച്ചു. ആദ്യ കോപ്പി ഇടവക കൈക്കാരൻ ബിജു തെക്കൻ ഏറ്റുവാങ്ങി. ജനറൽ കൺവീനർ സണ്ണി ചിരേങ്ങണ്ണത്ത്, സപ്ലിമെന്റ് കൺവീനർ റിബിൻ ആരോദ, ഇടവക കൈക്കാരന്മാർ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ജനുവരി 25, 26, 27 തീയതികളിലാണ് തിരുനാൾ. ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായി തപസ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി ആയുഷ്മാൻ യോജന രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് അംഗം KV നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഉണ്ണികൃഷ്ണൻ എടാട്ട്, VU അരുൺ, T നിഖിൽ, സന്ധ്യ അനൂപ്, സേതുലക്ഷ്മി എടാട്ട് എന്നിവർ പ്രസംഗിച്ചു. ക്ലബ്ബ് ഫുട്ബോൾ ടീമിന്റെ 2nd ജേഴ്സിയും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. നന്ദിക്കര ഹയർ സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം, അധ്യാപക രക്ഷാകർതൃ ദിനം, യാത്രയയപ്പ് സമ്മേളനം എന്നിവ ചൊവ്വാഴ്ച നടക്കും. രാവിലെ 9:30 KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിക്കും. വിയ്യൂരിൽ ജ്വല്ലറിയിൽ മോഷണം, 8 കിലോ വെള്ളി ആഭരണങ്ങൾ കവർന്നു. വിയ്യൂരിൽ ജ്വല്ലറിയിൽ മോഷണം, 8 കിലോ വെള്ളി ആഭരണങ്ങൾ കവർന്നു. വിയ്യൂർ മണലറക്കാവ് ക്ഷേത്രത്തിന് സമീപത്തുള്ള DK ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. ശനിയാഴ്ച രാത്രിയാണ് സംഭവം. ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. തൃശൂർ സിറ്റി ACPയുടെ നേതൃത്വത്തിൽ വിയ്യൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതിരപ്പള്ളിയിൽ കാട്ടാന കബാലി കാർ ആക്രമിച്ചു. അമ്പലപ്പാറ പെൻസ്റ്റോക്കിന് സമീപം ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. അതിരപ്പള്ളിയിൽ കാട്ടാന കബാലി കാർ ആക്രമിച്ചു. അമ്പലപ്പാറ പെൻസ്റ്റോക്കിന് സമീപം ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പിറവത്ത് നിന്ന് മലക്കപ്പാറയിലേക്ക് പോയിരുന്ന വിനോദസഞ്ചാരികളുടെ കാറാണ് കൊമ്പൻ ആക്രമിച്ചത്. കാറിന്റെ ബോണറ്റിന് കേടുപാടുകൾ വരുത്തി. ആക്രമണ സമയത്ത് വിനോദസഞ്ചാരികൾ കാറിനകത്തുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആക്രമണശേഷം ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ നിരവധി വാഹനങ്ങളാണ് വഴിയിൽ കുടുങ്ങിക്കിടന്നത്. ഒടുവിൽ മലക്കപ്പാറ പോലീസും വനം വകുപ്പും എത്തി ആനയെ തുരത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ദിവസങ്ങൾക്ക് മുൻപും കബാലി സമാന രീതിയിൽ റോഡിലിറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു. അന്ന് റോഡിലേക്ക് മരം മറിച്ചിട്ട് മണിക്കൂറുകളോളമാണ് ഗതാഗതം തടസ്സപ്പെടുത്തിയത്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്,
കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കേരള വന ഗവേഷണ സ്ഥാപനത്തിൽ 2027 ഡിസംബർ 19 വരെ കാലാവധിയുള്ള ഒരു സമയബന്ധിത ഗവേഷണ പദ്ധതിയിലേക്ക് പ്രൊജക്ട് ഫെല്ലോ ഒരു ഒഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത ബോട്ടണി, ഇക്കോളജി, ഫോറസ്ട്രി, എൻവയോൺമെന്റ് സയൻസ് എന്നിവയിൽ 1ാം ക്ലാസ്സോടുകൂടിയ ബിരുദാനന്തര ബിരുദം. അഭികാമ്യ യോഗ്യത ടാക്സോണമിക്, ഇക്കോളജിക്കൽ പഠനങ്ങളിൽ പരിചയം. ഉദ്യോഗാർത്ഥികൾ ജനുവരി 16 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കേരള വന ഗവേഷണ സ്ഥാപനത്തിന്റെ തൃശൂർ പീച്ചിയിലുള്ള ഓഫീസ് നടത്തുന്ന വാക്ക്-ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ജനുവരി 16 രാവിലെ 10 കേരള വന ഗവേഷണ സ്ഥാപനത്തിന്റെ തൃശൂർ പീച്ചിയിലുള്ള ഓഫീസിൽ ഇന്റർവ്യൂ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കേരള വന ഗവേഷണ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7315 രൂപ, പവന് 58,520 രൂപ. ചെങ്ങാലൂർ രണ്ടാങ്കല്ല് പരേതനായ ദിവാകരൻ ഭാര്യ തങ്കമണി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അശോകൻ, പരേതനായ സദാനന്ദൻ എന്നിവർ മക്കളും, ശ്രീകല, സിന്ധു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒല്ലൂർ ചീരാച്ചിയിൽ KSRTC ബസ് ഇടിച്ച് വയോധികരായ 2 സ്ത്രീകൾ മരിച്ചു. പൂരാഘോഷത്തിനൊരുങ്ങി വരാക്കര ഭഗവതി ക്ഷേത്രം. തിങ്കളാഴ്ചയാണ് പൂരം. ഞായറാഴ്ച നടന്ന ആനച്ചമയ പ്രദർശനത്തിന് നിരവധി പേരെത്തി. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ 3ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ചേർപ്പുംകുന്ന് സാംസ്കാരിക നിലയം കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. തൃശൂർ ജില്ലാ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ മറ്റത്തൂർ പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. ജില്ലാ സെക്രട്ടറി T സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ 50ാമത് അമ്പുതിരുനാൾ ആഘോഷിച്ചു. CPI ചെങ്ങാലൂർ SN പുരം ബ്രാഞ്ച് സമ്മേളനം നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പീച്ചി ഡാം റിസർവോയറിൽ 4 വിദ്യാർത്ഥിനികൾ അപകടത്തിൽപ്പെട്ടു. നാട്ടുകാരുടെ സമയോചിത ഇടപെടലിൽ വിദ്യാർത്ഥിനികളെ വേഗം ആശുപത്രിയിലെത്തിക്കാൻ സാധിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.